വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ 3-4 ടെക് ന്യൂസാണ് നോക്കാൻ പോകുന്നത്. ടെക് ന്യൂസ് എന്ന് പറയുമ്പം കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ചില വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുമുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് ടെക് ന്യൂസ് എന്താണെന്ന് നോക്കുമ്പം സ്മാർട്ട് ഫോൺ ബാൻ ചെയ്തതാണ്. അതായത് 12,000 രൂപയ്ക്ക് താഴെയുള്ള സ്മാർട്ട് ഫോണൊന്നും ഇനി ഇന്ത്യക്കാർ ഉപയോഗിക്കേണ്ട എന്നാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ്. പ്രത്യേകിച്ച് ചൈനീസ് ഫോണ്. മിക്കവാറും ഇതിനകത്ത് പെടാൻ പോകുന്നത് റെഡ്മി ആയിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഈ 10,000 രൂപയ്ക്ക് താഴെയുള്ള സ്മാർട്ട് ഫോൺ. ഇന്ത്യൻ ബ്രാൻഡ് യൂസ് ചെയ്താൽ മതി എന്നാണ് ഇനി അവരുടെ ഉത്തരവ്. ചൈനീസ് ഫോണൊന്നും ഇനി ഇവിടെ ഇന്ത്യയിൽ വേണ്ട എന്നാണ് അവന്മാരുടെ ഒരു ഉത്തരവ്. അപ്പം ഈ കാര്യമായിട്ട് എനിക്ക് വിയോജിപ്പാണുള്ളത്. കാര്യം അത്ര നല്ല കാര്യമൊന്നുമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ആരാണ് ഇപ്പം വലിയ ഫോണൊക്കെ മേടിച്ചു കൊണ്ട് നടക്കുന്നത്? എല്ലാവരും സാധാരണക്കാരാണ്. എനിക്കിതിനെപ്പറ്റി ഒരു കാര്യം പറയാനുള്ളത്, വെറും ചെറ്റത്തരമായിപ്പോയി കാണിച്ചത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് അടുത്ത ടെക് ന്യൂസ് എന്താ നോക്കാം. മാർവലിൻ്റെ പുതിയ ഗെയിം ഇറങ്ങാനൊന്ന് ഡിലേ ആവും എന്നുള്ള ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാർവൽ മിഡ് നൈറ്റ് സൺ എന്നാണ് അതിൻ്റെ പേര്. അത് എക്സ്ബോക്സ് PS4-നകത്തൊക്കെ ലോഞ്ച് ചെയ്യാനിരുന്നായിരുന്നു. പക്ഷേ അത് ജസ്റ്റ് ലോഞ്ച് ചെയ്യാൻ ചെറിയ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത ടെക് ന്യൂസ് എന്താ നോക്കാം. മൂന്നാമത്തെ ടെക് ന്യൂസ് എന്താ നോക്കുമ്പം ഓട്ടിസം ബാധിച്ചവർക്ക് ടെക്നോളജി യൂസ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 1-2 വർഷത്തിനുള്ളിൽ വരുമെന്നും ചെറിയൊരു ഇതിലേക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. മിക്കവാറും അത് സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചൊക്കെ വഴി വെച്ചിട്ടൊക്കെ ആയിരിക്കാം മിക്കവാറും ഈ പരിപാടി നടത്തുന്നത്. ഫൈനൽ ന്യൂസ് എന്താണെന്ന് നോക്കുമ്പം എലോൺ മാസ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എലോൺ മാസ്ക് ഏകദേശം ഇൻ്റലിജൻസ് ഡേ ആണ് നമ്മുടെ ഈ ഓഗസ്റ്റ് 30. അന്ന് ഏകദേശം എന്തോ റോബോട്ടിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു പുതിയ മോഡൽ റോബോട്ടിക്കാണെന്ന് പറഞ്ഞു. ഹ്യൂമനോയിഡ് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നു. ഇത് മിക്കവാറും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന ഒരു തരത്തിലുള്ള റോബോട്ടാണെന്നാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അടിച്ചു പോകാതിരുന്നാൽ മാത്രം മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.